കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തുടങ്ങിയതാണ് വലത് മാധ്യമങ്ങളുടെ കൂട്ടക്കരച്ചിൽ. മഴ പെയ്തു തീർന്നിട്ടും മരം പെയ്യുമെന്ന് പറയുന്ന പോലെ അതിപ്പോഴും തുടരുന്നുണ്ട്. എന്തിനാണ് വലത് മാധ്യമ സിംഹങ്ങൾ കണ്ണീരൊഴുക്കുന്നത്? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്രേ. ആട്ടെ, എന്തിനാണ് അറസ്റ്റ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അഹിംസാ സമരം നയിച്ചതിനോ ദണ്ഡിയാത്ര നടത്തിയതിനോ ഉപ്പ് കുറുക്കിയതിനോ മറ്റോ ആണോ? അല്ല. സെക്രട്ടേറിയറ്റ് നടയിൽ കല്ലും കമ്പിയും പട്ടികയുമായി പോലീസിനെ ആക്രമിക്കുക, അക്രമകാരികൾക്ക് നേതൃത്വം നൽകുക, പോലീസ് വാഹനം തകർക്കുക, പൊതുമുതൽ നശിപ്പിക്കുക, ഇമാതിരി കലാപരിപാടികളെല്ലാം കാട്ടിക്കൂട്ടിയതിനാണ് മാങ്കൂട്ടത്തെ പോലീസ് തൂക്കി അകത്തിട്ടത്. അതിലെന്താണ് ഇത്ര തെറ്റ്? നിയമം കയ്യിലെടുത്ത് തെരുവിൽ അഴിഞ്ഞാടിയ നേതാവിനെ നിയമ നടപടിക്ക് വിധേയനാക്കാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പറഞ്ഞയക്കാൻ കഴിയുമോ? അതൊക്കെ പോട്ടെ, 10 ആളും ചാനൽ മൈക്കും മുൻപിൽ കണ്ടപ്പോൾ എന്തായിരുന്നു മാങ്കൂട്ടത്തിൻ്റെ വാചകമടി? കേസ് പുല്ലാണ്, ജയിലിൽ പോകേണ്ടി വന്നാൽ പോവും, നെഞ്ചുവേദന അഭിനയിക്കില്ല, തട്ടിവിട്ട ഡയലോഗുകൾക്ക് ഒരു പഞ്ഞവും ഉണ്ടായിട്ടില്ല. ഒടുവിൽ അകത്താകുമെന്ന് കണ്ടപ്പോൾ യൂത്ത് പ്രസിഡന്റ് കരച്ചിലോട് കരച്ചിൽ. പ്രസിഡന്റിന് നട്ടലിന് അസുഖമാണത്രേ. എന്തായാലും കൊല്ലം കലോത്സവ വേദിയിൽ പാട്ടുപാടി നൃത്തം വെച്ചപ്പോൾ ഇല്ലാതിരുന്ന നട്ടെല്ലു രോഗം കോടതിക്ക് അത്ര ബോധ്യപ്പെട്ടില്ല എന്ന് തോന്നുന്നു. മാങ്കൂട്ടത്തിന് ജയിൽ പോവേണ്ടി തന്നെ വന്നു. അതിന് മാധ്യമങ്ങൾ കൂട്ടക്കരച്ചിൽ നടത്തിയിട്ട് എന്ത് കാര്യം? ഇനി രാഹുലിന് വേണ്ടി അലമുറയിടുന്ന ചാനലുകാർ കാണാതെ പോയ മറ്റൊരു അറസ്റ്റുണ്ട്. അടുത്ത കാലത്ത് നടന്നതാണ്. SFI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സാന്ദ്ര ബോസ് എന്ന നിയമ വിദ്യാർത്ഥിനിയെ സമരം ചെയ്തതിൻ്റെ പേരിൽ രാവിലെ 5 മണിക്കാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതും അമ്മയുടെ മുമ്പിൽ നിന്ന് തന്നെ. 14 ദിവസം റിമാൻഡിൽ കഴിഞ്ഞു. ഒരു മാധ്യമ കൂട്ടായ്മയും ചാനൽ ചർച്ചക്കാരെയും ആ വഴിക്ക് കണ്ടതുമില്ല. എന്നിട്ടാണ് കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ തല്ലി കൈകാലൊടിച്ച അക്രമി സംഘത്തിൻ്റെ നേതാവിനെ 10 വർഷം അകത്ത് കിടക്കാൻ വകുപ്പുള്ള കേസിൽ കോടതി ജാമ്യം തള്ളി അകത്തിട്ടപ്പോൾ നിങ്ങൾ സംഘം ചേർന്ന് കരയുന്നത്. ഇതിനാണല്ലോ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഭാഷയിൽ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുക. നിർത്തട്ടെ. നന്ദി.